മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാണ് ആരുടെ മുമ്പിലാണത് പറയുന്നത് എന്നൊന്നും നോക്കില്ല, അങ്ങോട്ടങ്ങ് പറയും. സുമിത്രേ, ഒരുപാട് അങ്ങ് ന്യായീകരിക്കാൻ ചെല്ലണ്ട. ചിലപ്പോ ഇതിനൊക്കെ സുമിത്ര ഉത്തരം പറയേണ്ടി വരും. ആരോട് ഉത്തരം പറയാൻ? നിങ്ങൾ എന്താ ഈ ഉദ്ദേശിക്കുന്നേ? കളരിക്കൽ തറവാടിനെയും സിത്താരയുടെ കുടുംബത്തിനെയും ഒരുപോലെ ചതിച്ച് വില പേശി കോടികൾ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവളാ ഇവള്. വിലപേശാൻ കാണിച്ച ഈ മാർഗം നിന്റെ വയറ്റിലുണ്ടെന്ന് പറയുന്ന ഈ ഗർഭമല്ലേ, അത് ഞാൻ കാണിച്ചു തരാം. അമ്മായി നിർമ്മലേ, എഴുന്നേറ്റ് വാടി ഇങ്ങോട്ട്. നിർമ്മലേ, നിന്റെ ഈ ഗർഭം ഇല്ലാതാക്കല്ലേ വേണ്ടത്, അത് ഞാൻ ചെയ്തു തരാടി. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല, എന്റെ മോളെ വെറുതെ വിട്. അയ്യോ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല. അമ്മ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല, എന്റെ കുഞ്ഞ്, അയ്യോ, എന്റെ കുഞ്ഞൊന്നും ചെയ്യില്ല, എന്റെ കുഞ്ഞൊന്നും ചെയ്യില്ല. അയ്യോ, എന്റെ കുഞ്ഞ്, അയ്യോ, എന്റെ കുഞ്ഞ്, കണ്ണു തുറക്കുക. എന്താ നിനക്ക്? ചെയ്യില്ല, എന്റെ കുഞ്ഞ് ചെയ്യില്ല, എന്റെ കുഞ്ഞ്. എന്ത് പറ്റി നിനക്ക്? കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, അമ്മായി, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ അമ്മായി, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. എന്താ അമ്മായി, എന്ത് പറ്റി? എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. എന്നെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. മോളെ, 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 എന്താ മോളെ ഇത്? ദുസ്വപ്നം വല്ലതും കണ്ടോ? എന്താ? എന്തു പറ്റി? അതെ അമ്മേ, സ്വപ്നം കണ്ടതാ. അതെ, കാണുന്നത് സ്വപ്നമാണെങ്കിലേ എനിക്കിട്ടൊരു പണി തരണമെന്ന് നിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാ എന്റെ കൊച്ചിനൊന്നും ചെയ്യല്ലേ എന്റെ അമ്മായി എന്ന് പറഞ്ഞ് വിളിച്ചു കൂവിയത്. അല്ല, എന്ത് സ്വപ്ന കണ്ടത്? അതൊന്ന് തെളിച്ചു പറഞ്ഞേ. എന്ത് കാര്യം ചോദിച്ചാലും പകുതി എത്തുമ്പോ അങ്ങ് മിണ്ടാതാവും. അതെ, ഈ സ്വപ്നം കണ്ടതിന്റെ ഒക്കെ പുറകിൽ വേറെ എന്തോ ഉണ്ട്. കുറച്ചു കഴിയുമ്പോ അത് വെളിവാകും. എന്തൊക്കെയാ നിർമ്മല ഈ പറയുന്നേ? ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നിർമ്മല അങ്ങോട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. എന്നാ പിന്നെ അത് എന്താന്നങ്ങ് പറ. അമ്മയോ അതെ, മോളും അതെ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാണ് ആരുടെ മുമ്പിലാണത് പറയുന്നത് എന്നൊന്നും നോക്കില്ല, അങ്ങോട്ടങ്ങ് പറയും. സുമിത്രേ, ഒരുപാട് അങ്ങ് ന്യായീകരിക്കാൻ ചെല്ലണ്ട. ചിലപ്പോ ഇതിനൊക്കെ സുമിത്ര ഉത്തരം പറയേണ്ടി വരും. ആരോട് ഉത്തരം പറയാൻ? നിങ്ങൾ എന്താ ഈ ഉദ്ദേശിക്കുന്നേ? അമ്മായിക്ക് അതൊക്കെ പതുക്കെ ബോധ്യപ്പെട്ടോളൂ. വാ അമ്മേ. എന്തു പറ്റി മോളെ? നിർമ്മലയും കീർത്തിയൊക്കെ നിന്നെ എതിർക്കുന്നതുകൊണ്ടാണോ അവരെ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് നിനക്ക് തോന്നിയത്? കളരിക്കൽ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പരമ്പരയാ
മോളുടെ വയറ്റിൽ കിടക്കുന്നത്. മുത്തശ്ശിയും അച്ഛനും അമ്മയും നവീനും ഒക്കെ ഈ കുഞ്ഞിന് കാവലിരിക്കയല്ലേ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ആരെന്ത് ചെയ്യാനാ മോളെ? അമ്മേ, ഒരു കാര്യം മോള് മനസ്സിലുറപ്പിച്ചു. എന്റെ മകന്റെ കുഞ്ഞ നിന്റെ വയറ്റിലുള്ളത്. നിന്നെ എതിർക്കാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി മുന്നിൽ വന്നു നിന്നാലും ഞങ്ങൾ അവരെ എതിർത്ത് തോൽപ്പിക്കും. എന്റെ കുട്ടിക്ക് വേണ്ടി അതെങ്കിലും ചെയ്യണ്ടേ ഞങ്ങള്? ഈ നേരത്ത് ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊന്നും കാണാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ചിന്തകളൊക്കെ അങ്ങ് വിട്ടിട്ട് കിടന്നുറങ്ങുക. അത്ര തന്നെ, കേട്ടോ? സിനി, മോൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല മാം. ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ശരിയാവില്ല. മമ്മി, മമ്മി ഇങ്ങോട്ടാ? ഓഫീസിലേക്കാണോ? അല്ല മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. ഒരു ബിസിനസ് മീറ്റിംഗാ. ആ, ദൂരെയാണോ? ആ, കുറച്ച് ദൂരെയാ. ആ, നന്നായി. ഞാനിവിടെ ബോറടിച്ചിരിക്കായിരുന്നു. ഞാനും വരാം. മോളെ, അവിടെയൊക്കെ കുറച്ചധികം സമയമെടുക്കും. അതിനെന്താ, ഞാൻ വണ്ടിയിലിരുന്നോളാം. അല്ലെങ്കിൽ കുറച്ചു ദൂരം നടക്കാം. അങ്ങനെയെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. എന്റെ മോളെ, പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ അവിടെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നിനക്ക് ബോറടിക്കാൻ തുടങ്ങും. നിനക്കറിയാലോ, കുറെ നാളുകളായിട്ട് മമ്മി ഈ ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാത്തത്. ഇനി അതിന്റെ ഇടയില് ഓ, എന്റെ മമ്മിക്ക് അത്രയ്ക്ക് വിശ്വാസമല്ലേ? അവസാനം എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കളയോ? സിത്താര മാം അങ്ങനെയൊക്കെ പറയോ ഗാഥാ മാഡത്തെ കുറിച്ച്? ഒന്നാമത് നമ്മുടെ ഓഫീസ് അറ്റ്മോസ്ഫിയർ അത്ര ശരിയൊന്നുമല്ല. പിന്നെ എന്തിനാ അത്രക്കാരായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നേ? അത് അവരുടെ സ്പേസ് അല്ലേ മോളെ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മോളൊരു കാര്യം ചെയ്യേ, ഉച്ച കഴിഞ്ഞിട്ട് മോൾ എന്താ വെച്ചാ പ്ലാൻ ചെയ്തോ, മമ്മി അപ്പോഴത്തേക്ക് എത്തിക്കോളാം. ദെൻ ഓക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, മോള് മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കേ, എന്നിട്ട് എവിടേക്കെങ്കിലും പോ. അതൊന്നും ശരിയാവില്ല. അവരൊക്കെ ചുമ്മാ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ലാതെ ജീവിക്കുന്നത് ഞാനല്ലേ. എന്റെ ജീവിതത്തിന് എന്തെങ്കിലും പറ്റിയെന്നറിയുന്നത് സന്തോഷായിരിക്കും എല്ലാവർക്കും. ഞാനതാ മമ്മി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുന്നത്. എനിക്കറിയാം. സിനി, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. മോളെ, ഗാഥാ മാഡം ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണം കേട്ടോ. നിങ്ങള് ഉച്ചയ്ക്ക് മുന്നേ എത്തുമല്ലോ അല്ലേ? പിന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരില്ലേ? ചടങ്ങോ? എന്ത് ചടങ്ങ്?